കൈക്കൊണ്ടതായ ആളുകൾ. 2, ആരാധിച്ച ആളുകൾ. 3, തടസ്സം നിന്നവർ. ഒന്നാമതായി കൈക്കൊണ്ടവർ. ദൈവത്തിന്റെ ദൂതൻ വന്ന് ഒരു സന്ദേശം തന്നു. അതിൽ 3 വിഷയങ്ങളുണ്ട്. ഇതാ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാ സന്തോഷകരമായ വർത്തമാനം. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വാർത്ത ഒന്നാമതായി സന്തോഷത്തെ തരുന്നു. സന്തോഷകരമായ വാർത്ത. 2, സുവിശേഷം, ശുഭവാർത്ത. 3, സർവജനത്തിനുമുള്ള വാർത്ത. ഒന്നാമതായി സന്തോഷ വർത്തമാനം. രണ്ടാമതായി അത് സുവിശേഷമാണ്. മൂന്നാമതായി സകല ജനങ്ങൾക്കുമുള്ള വാർത്തയാണ്. ഒന്നാമതായി സന്തോഷകരമായ വാർത്ത. സഹോദരീ സഹോദര, നശിച്ചുപോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, നരകത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ, ചെയ്ത പാപപ്രവർത്തികൾക്ക് പകരമായി ശിക്ഷ അനുഭവിക്കുവാൻ പോകുന്ന മനുഷ്യന് ദൈവം കൊടുക്കുന്ന വാർത്ത, സന്തോഷം. ഈ ലോകം നൽകുന്ന സന്തോഷം വേറെ, ദൈവം നൽകുന്ന സന്തോഷം വേറെ. പ്രിയ സഹോദര സഹോദരി, ഈ ലോകത്തിൽ നിന്ന് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ കൂടി താൽക്കാലിക സന്തോഷമാണ് കിട്ടുന്നത്. എന്നാൽ സാധാരണമായിട്ട് ന്യൂസ് എന്ന് പറയും. വാർത്തയുടെ ഇംഗ്ലീഷാണ് ന്യൂസ്. എൻ എന്ന് പറഞ്ഞാൽ നോർത്ത്, ഇ എന്ന് പറഞ്ഞാൽ ഈസ്റ്റ്, ഡബ്ല്യു എന്ന് പറഞ്ഞാൽ വെസ്റ്റ്, എസ് എന്ന് പറഞ്ഞാൽ സൗത്ത്. നമ്മുടെ പ്രിയ ജോർജ് രാജ് എന്ന ദൈവദാസൻ ഇപ്രകാരം പറയാറുണ്ട്: ഗുഡ് ന്യൂസ്, ഫസ്റ്റ് 2 letters ഗോ. എൻ നോർത്ത്, ഇ ഈസ്റ്റ്, ഡബ്ല്യു വെസ്റ്റ്, എസ് സൗത്ത്. ഗോ ടു നോർത്ത്, ഗോ ടു ഈസ്റ്റ്, ഗോ ടു വെസ്റ്റ്, ഗോ ടു സൗത്ത്. ഗോ സ്പെൽ, ഗോസ്പെൽ, ഗോസ്പെൽ, ഗോസ്പെൽ. അതിന്റെ അർത്ഥമെന്താണ്? പോവുക, നോർത്തിലേക്ക് പോവുക, ഈസ്റ്റിലേക്ക് പോവുക, വെസ്റ്റിലേക്ക് പോവുക, സൗത്തിലേക്ക് പോവുക. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള സുവിശേഷത്തെ പ്രസംഗിക്കുക. ഇത് സുവിശേഷമാണ്. ഇത് സന്തോഷകരമായ വാർത്തയാണ്. യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള വാർത്ത സുവിശേഷമാണ്, സന്തോഷകരമായ വാർത്തയാണ്. ആർക്കാണ്? ക്രിസ്ത്യാനികൾക്ക് മാത്രമാണോ? അല്ല. ബൈബിളിൽ പറയുന്നു എന്താണ്? സകല ജനങ്ങൾക്കും, സർവജനത്തിനും ഇത് സുവിശേഷമാണ്. പ്രിയ സഹോദരീ സഹോദര, കേൾക്കുക. നോർത്തിൽ നിന്നാകട്ടെ, ഈസ്റ്റിൽ നിന്നാകട്ടെ, വെസ്റ്റിൽ നിന്നാകട്ടെ, സൗത്തിൽ നിന്നാകട്ടെ വരുന്നതായ വാർത്തകൾ താൽക്കാലികമായി നിനക്ക് സന്തോഷം തന്നേക്കാം, അല്ലെങ്കിൽ ദുഃഖം തന്നേക്കാം. എന്നാൽ ഇപ്പോൾ ഞാൻ പ്രസംഗിക്കുന്ന വാർത്ത നോർത്തിൽ നിന്നും, ഈസ്റ്റിൽ നിന്നും, വെസ്റ്റിൽ നിന്നും, സൗത്തിൽ നിന്നും വരുന്നതല്ല. പിന്നെയോ സ്വർഗത്തിൽ നിന്നും വരുന്നതായ വാർത്തയാണ്. എന്താണത്? നശിച്ചുപോകുന്ന ലോകത്തെ തിരഞ്ഞ് രക്ഷിപ്പാനായി ദൈവം ഈ ഭൂമിയിലേക്ക് ഇറങ്ങിവന്നു. ഇതിനേക്കാൾ വലിയൊരു വാർത്ത ഈ ലോകത്തിൽ ഏതെങ്കിലുമുണ്ടോ? ഒരു നിമിഷം ആലോചിക്കൂ. ആ വാർത്ത ആ ദിവസം പാവപ്പെട്ടവർക്ക്, ആട്ടിടയന്മാർക്ക് ദൈവത്തിന്റെ ദൂതൻ അറിയിച്ചപ്പോൾ അവർ എന്തു ചെയ്തുവെന്നറിയാമോ? നോക്കൂ, ഞാൻ ആട്ടിടയനാണ്, ആടിനെ മേയ്ക്കുന്നവനാണ്, ആടിനെക്കൊണ്ട് ജീവിക്കുന്നു. അങ്ങ് സുവിശേഷം, ദൈവത്തെക്കുറിച്ചുള്ള വാർത്ത എന്നൊക്കെ പറയുന്നു, സകല ജനങ്ങൾക്കുമുള്ള വാർത്തയെന്ന് പറയുന്നു. ഞങ്ങൾക്കതിനുള്ള സമയമില്ല. അതുമാത്രമല്ല, ഈ മതത്തിനെപ്പറ്റി, ഈ വിശ്വാസത്തിനെപ്പറ്റി, ഈ ദൈവത്തിനെപ്പറ്റി അത്ര വലിയ താൽപ്പര്യമൊന്നുമില്ല. കഷ്ടപ്പെട്ട് പണി ചെയ്താൽ മാത്രമേ ഞങ്ങൾക്ക് ആഹാരം കഴിക്കാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് മകനെ പോകൂ എന്ന് പറഞ്ഞോ? എപ്പോഴാണ് സുവിശേഷം കേട്ടത്, സുവർത്തമാനം കേട്ടത്, അപ്പോഴവർ ചെയ്ത കാര്യമെന്താണ്? അവർ അത് കൈക്കൊണ്ടു. പ്രിയ സഹോദര സഹോദരി, ഒരേ ഒരു പ്രാവശ്യം ആ ആട്ടിടയന്മാരോട് സുവിശേഷം പറഞ്ഞപ്പോൾ അവരെന്താണ് ചെയ്തതെന്നറിയാമോ? അവർ അത് കൈക്കൊണ്ടു. ആ ദിവസം ആ ഫാക്ടറിയിൽ ഉണ്ടായിരുന്ന യജമാനൻ കടഭാരത്തിലായിരിക്കുന്നതായ ഉദ്യോഗസ്ഥർക്ക്, ജോലിക്കാർക്ക് ഉണ്ടായിരിക്കുന്നതായ ബാധ്യതയെല്ലാം തീർത്തു കൊടുക്കുമെന്നുള്ള വാർത്ത അറിയിച്ചപ്പോൾ അവർ വിശ്വസിച്ചില്ല, അവർ കൈക്കൊണ്ടില്ല. ഫലമായിട്ട് എന്താണ് സംഭവിച്ചത്? അവർ ആ കടഭാരത്താൽ തന്നെ മുൻപോട്ടു പോകേണ്ടി വന്നു. ഈ ദിവസം പ്രിയ സഹോദര സഹോദരി, കേൾക്കുന്നുണ്ടോ? ദൈവം നിന്നെ സുവിശേഷത്തെ, ശുഭകരമായ വാർത്തയെ കേൾപ്പിക്കുന്ന സമയത്ത്
നിനക്ക് കൈക്കൊള്ളാൻ കഴിയും, ആരാധിക്കാൻ കഴിയും, അല്ലെങ്കിൽ തള്ളിക്കളയാം. എന്താണ് ചെയ്യാൻ പോകുന്നത്? ആട്ടിടയന്മാർ കൈക്കൊണ്ടു. അതുകൊണ്ട് അവർ സന്തോഷിച്ചു. അതുകൊണ്ട് അവർ തമ്മിൽ പറഞ്ഞിട്ട് ഓടിപ്പോയി യേശുവിനെ കണ്ട് ആരാധിച്ചു. പ്രിയ സഹോദര സഹോദരി, യേശുക്രിസ്തുവിനെ കൈക്കൊള്ളുമോ, ആരാധിക്കുമോ, അതോ തള്ളിക്കളയുമോ? ആ ആട്ടിടയന്മാർ ആദ്യം കേട്ടു, പിന്നീട് അനുസരണം കാണിച്ചു, പിന്നീട് അവർ ഉപേക്ഷിച്ചു, പിന്നീടവർ ദൈവത്തെ കണ്ടു, അതിനുശേഷം അവർ അറിയിച്ചു. ഇത്രയും കാര്യങ്ങൾ ചെയ്തു. ഇന്ന് ഞാൻ അവനെ കൈക്കൊള്ളുകയാണ്, ഇന്നു മുതൽ അവനെ ആരാധിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ പാപങ്ങൾ എനിക്കറിയാം, ഞാൻ ചെയ്തതായ തെറ്റുകൾ എനിക്കറിയാം. ഞാൻ മരിച്ചാൽ നേരെ നരകത്തിലേക്കേ പോകുകയുള്ളൂ. എന്നാൽ ഇന്ന് കേട്ടതായ വചനം യേശു എന്നെ ഒരുപാട് സ്നേഹിക്കുന്നുവെന്ന വിഷയം മനസ്സിലാക്കി തന്നു. എൻ്റെ കർത്താവ് എന്നെ പ്രാണനെപ്പോലെ സ്നേഹിക്കുന്നു. എൻ്റെ ജീവനെ രക്ഷിക്കുവാനായി ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നു. ഇത്ര അത്ഭുതവാനായ ദൈവത്തെ എൻ്റെ രക്ഷകനായിട്ട് ഞാൻ സ്വീകരിച്ചുകൊണ്ട് ഇന്നു മുതൽ എൻ്റെ കർത്താവിന് ഞാൻ സാക്ഷിയായിട്ട് ജീവിക്കും എന്ന് പറയുന്നവരുണ്ടെങ്കിൽ വരും, നമുക്ക് പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ സ്നേഹവാനായ പിതാവേ, വളരെ ശ്രേഷ്ഠകരമായ സന്ദേശത്തിൽ കൂടി സകലരോടും സംസാരിച്ചു തോർത്ത് നിന്നെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പാവപ്പെട്ടവർ, ആട്ടിടയന്മാർ, അവർ കേട്ട സത്യത്തെ കൈക്കൊണ്ടു. കർത്താവേ, ഞങ്ങൾ ചെയ്ത സകല പാപങ്ങളെയും ക്ഷമിക്കാനാണ് നീ വന്നത്. പാപത്തിന്റെ ഫലമായി ഞങ്ങൾക്ക് വരുവാനുള്ള വലിയ നരകശിക്ഷയെ മാറ്റിക്കളയുവാൻ, അതിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുവാനായിട്ട് നീ വന്നു. ഈ വാസ്തവത്തെ ഞങ്ങൾ അംഗീകരിച്ചാൽ മരണശേഷം ഞങ്ങൾ നരകത്തിലേക്ക് പോകേണ്ട കാര്യമില്ല. ഇവിടെ ഞങ്ങൾ കണ്ണുകളടച്ചാൽ സ്വർഗത്തിൽ ചെന്ന് കണ്ണുകൾ തുറക്കും. ഇതാണ് നിന്നിൽ വിശ്വസിക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് ലഭിക്കുന്ന വലിയ അനുഗ്രഹം. ഇത് അംഗീകരിക്കുന്നതായ സകല വ്യക്തികൾക്കും ഈ ഭൂമിയിലും അതുപോലെ സ്വർഗത്തിലും നിന്നെ ആരാധിക്കാനുള്ള ഭാഗ്യം കൊടുക്കണമെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.